അപ്പോൾ MLA ബോർഡ് വെച്ച വാഹനത്തിൽ വന്നിറങ്ങി വോട്ട് ചെയ്യുന്ന അതേ വാഹനത്തിൽ തിരിച്ചു പോകുന്ന ചായ ഊതി കുടിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുമ്പോൾ ചെയ്തു വെച്ച കുറ്റകൃത്യത്തെ എത്രത്തോളം ലാഘവത്തോടെയാണ് ഒരു ചായ ഊതി ഇങ്ങനെ ഗുപ്തന് ചായ ഊതി കുടിക്കുന്നതാണ് ഇഷ്ടമെന്ന് പറയുന്നത് പോലെ മാധ്യമങ്ങൾ വന്നിരിക്കുമ്പോൾ ആ ലാഘവത്തോടെ ചായ കുടിക്കുന്ന രാഹുലിനെ കണ്ടു കഴിയുമ്പോഴേക്കും അത് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് കോൺഗ്രസ് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. 15 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ലൈംഗിക വൈകൃതം കഴിഞ്ഞ 3 മാസക്കാലമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 15 ദിവസമായി 27-ാം തീയതി അതിജീവിത ആദ്യത്തെ പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറിയ ആ ദിവസം മുതൽ അന്ന് കണ്ണാടിയിൽ നിന്ന് മുങ്ങിയതാണ്. കണ്ണാടി പഞ്ചായത്തിൽ നിന്ന് മുങ്ങി നേരെ ഇന്ന് 15 ദിവസങ്ങൾക്കിപ്പുറം കുന്നത്തൂർമേട് പാലക്കാട് നഗരസഭയുടെ ഭാഗമായ കുന്നത്തൂർമേടിലെ തന്റെ പോളിംഗ് ബൂത്തിൽ പൊങ്ങുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടിക്കാനുള്ള സമയമുണ്ടായിരുന്നു, കസ്റ്റഡിയിലെടുക്കാനുള്ള സമയമുണ്ടായിരുന്നു. അതൊന്നും ഉപയോഗിച്ചില്ല. ഓക്കെ, മുൻകൂർ ജാമ്യാപേക്ഷയിലേക്ക് പോകുന്ന ആൾ മുൻകൂർ ജാമ്യം നേടി വരട്ടെ എന്നൊക്കെ കരുതി ആ ഒരു വിശാല മനസ്കതയോടെ ഇരുന്നതായിരിക്കും സർക്കാർ. അങ്ങനെയല്ലേ കരുതാൻ കഴിയുകയുള്ളൂ. ഇനി എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ കണ്ണാടി മുതൽ കുന്നത്തൂർമേട് വരെയുള്ള യാത്ര എന്ന് പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ പരിസരത്തിൽ അത്രയേറെ ചർച്ചയായ ഒരു യാത്രയായി മാറുന്നത് ഈ ഒളിവിലേക്ക് പോയപ്പോൾ പുറത്തു വന്ന രണ്ടാമത്തെ പരാതി കൂടി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ്. 23 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി താൻ നേരിട്ട ദുരനുഭവം അത് അവളെ ജീവിതം മുഴുവൻ വേട്ടയാടുന്ന ഒരു അനുഭവം ആയതുകൊണ്ടാകുമല്ലോ അവരത് ഒരു ഹോണ്ടിങ് ആയ എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിശദമായ ഒരു ഇമെയിലാണ്. അത് പാർട്ടിക്ക് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരില്ല എന്ന് ആദ്യം പരാതി കൊടുത്ത അതിജീവിതയുടെ അനുഭവം മുന്നിലുള്ളത് കൊണ്ട് ആ പരാതിയും ഇതേപോലെ തന്നെ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ തന്നെ ഇമെയിലായി പോയതാണ്. VD സതീശനും സണ്ണി ജോസഫിനും പോയതാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം ആ ഇമെയിൽ അയച്ച 3:15 എന്നുള്ള സമയമടക്കം നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ ഇമെയിലിനെ കുറിച്ച് ഒരിക്കൽ പോലും പുറത്തു പറഞ്ഞില്ല. ഈ രണ്ടാമത്തെ പരാതി വന്ന വേളയിലാണ് VD സതീശൻ പോലും ആ പരാതിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ അനുഭവം തൻ്റെ പരാതിക്കുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ശ്രീമാൻ സണ്ണി ജോസഫ് വെൽ ഡ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞ ആ ഇമെയിൽ മാധ്യമങ്ങൾക്ക് കൂടി അവർ കോപ്പി വെച്ചത്. അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് വരില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ അതിന് പിന്നിൽ അവർക്ക് ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്, ഒരു ലീഗലി വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇമെയിലാണ് എന്നൊക്കെ പറയുമ്പോൾ അതിജീവിതയെ അപമാനിക്കുകയാണ്. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചോളൂ, കാരണം നിങ്ങളുടെ ഒക്കെ ചങ്ങാതിയായിരിക്കും. പക്ഷേ അതിനുവേണ്ടി പരാതി കൊടുത്ത ഒരു സ്ത്രീയെ അപമാനിച്ച സണ്ണി ജോസഫ് കോൺഗ്രസ് പാർട്ടിക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ്? ഇങ്ങനെയുള്ള ഒരാളാണ് പാർട്ടിയെ നയിക്കേണ്ടതെന്ന സന്ദേശമാണോ? സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ സണ്ണി ജോസഫിനെ കാണുന്നില്ലേ? പുതുതായി നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നതാണ്. ഇതിലും എത്രയോ ഭേദമായിരുന്നു കെ സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറഞ്ഞത് തെറ്റിപ്പോയെന്ന് മനസ്സിലായപ്പോൾ തിരുത്താനെങ്കിലും ഒന്ന് തയ്യാറായല്ലോ. പ്രായാധിക്യവും അദ്ദേഹത്തിൻ്റെ അങ്ങനെയുള്ള അസ്വസ്ഥതകളും ഒക്കെയുള്ള കെ സുധാകരൻ ഇല്ലാത്തതും കെ സുധാകരന് ഉള്ളതും സണ്ണി ജോസഫിന് ഇല്ലാത്തതും ഒരു രാഷ്ട്രീയ മാന്യതയാണ്. കാരണം ആ രാഷ്ട്രീയ മാന്യത സണ്ണി ജോസഫ് കാണിക്കണമായിരുന്നു. ഇന്ന് എന്തായാലും അത് കാണിച്ചിട്ടില്ല.